മാർക്കറ്റിൽ വലിയൊരു ശതമാനം ട്രേഡേഴ്സും പരാജയപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഏകദേശം 70 മുതൽ 90% വരെ റീറ്റെയിൽ ട്രേഡേഴ്സിനും പണം നഷ്ടപ്പെടുകയാണ് ചെയ്യാറ്. എന്നാൽ അവർ പറയാത്ത ഒരു കാര്യമുണ്ട്. അതിനവർ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഓരോ ട്രേഡിലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ നടക്കുന്ന 5 സൈക്കോളജിക്കൽ ബാറ്റിൽസ് ആണ് എല്ലാത്തിനും കാരണം. വർഷങ്ങളോളം ഈ യുദ്ധങ്ങളിൽ പോരാടി തോറ്റത് കൊണ്ട് എനിക്കത് നന്നായിട്ട് അറിയാം. ഒന്നിനു പുറകെ ഒന്നായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടുകൾ ഞാൻ ബ്ലോ ചെയ്തിട്ടുണ്ട്. എന്റെ ചാർട്ടുകൾക്കായിരുന്നില്ല പ്രശ്നം, അതേസമയം മൈൻഡ് സെറ്റിനായിരുന്നു ആ ഒരു പ്രോബ്ലം. മൈൻഡ് സെറ്റിലുള്ള 5 പ്രോബ്ലങ്ങൾ എങ്ങനെ വിജയിക്കാമെന്ന് പഠിച്ചതിലൂടെയാണ് ഞാൻ എന്റെ ട്രേഡിംഗ് കരിയർ മാറ്റിയെടുത്തത്. ഈ വീഡിയോയിൽ അവയെ എന്നേക്കുമായിട്ട് കീഴടക്കാനുള്ള ഒരു ബാറ്റിൽ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. കഷ്ടപ്പെടുന്ന ഭൂരിഭാഗം ട്രേഡേഴ്സും അതുപോലെ തന്നെ എഗനിസ്റ്റ് ആയിട്ട് ലാഭമുണ്ടാക്കുന്ന ചെറിയൊരു വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു സീക്രട്ട് ഇൻഡിക്കേറ്റർ അല്ല, അത് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ആണ്. അത് മെന്റൽ ഗെയിം മാസ്റ്റർ ചെയ്യുന്നതിലാണ് ഓരോ ട്രേഡും നേടുന്ന 5 പ്രധാന മാനസികമായിട്ടുള്ള ആ ഒരു ബാറ്റിൽസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോന്നും എന്തുകൊണ്ട് സംഭവിക്കുന്നു, അത് എങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടുകളെ നശിപ്പിക്കുന്നു, വിജയിക്കാൻ വേണ്ട കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി എന്താണ്, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യത്തേതും ഏറ്റവും സാധാരണമായിട്ടുള്ള ആ ഒരു ബാറ്റിലാണ് ഭയത്തിനെതിരെയുള്ള യുദ്ധം. ഇത് വെറും ഒരു ടെൻഷൻ അല്ല, ഒരു പ്രത്യേകതരം ശക്തിയാണ്. ഏറ്റവും നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഫ്രീസ് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു വിന്നിംഗ് ട്രേഡിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് മാറാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആദ്യം ഇതേ അവസ്ഥയിൽ തന്നെയാണ്. പിന്നീട് ആ ട്രേഡ് നിങ്ങളില്ലാതെ 100 കണക്കിന് പോയിന്റുകൾ മുന്നോട്ട് പോകുമ്പോൾ നോക്കി നിൽക്കേണ്ടി വരുന്ന വളരെ വിഷമം പിടിച്ച ഒരു അവസ്ഥ. ഈ യുദ്ധത്തിൽ നമ്മൾ എങ്ങനെ വിജയിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഭയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും അതിന് കഴിയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. പകരം ഭയത്തോടെ തന്നെ ട്രേഡ് ചെയ്യാൻ പഠിക്കുക. നിങ്ങളുടെ സീക്രട്ട് വെപ്പൺ എന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ആണ്. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഒരുപാട് ട്രേഡുകളിൽ നല്ല റിസൾട്ട് തരുമെന്ന് ഉറപ്പുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീലിംഗ്സിനേക്കാൾ ഉപരി നിങ്ങളുടെ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. നഷ്ടങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ സാധാരണവും അതുപോലെ തന്നെ ഒഴിവാക്കാനാവാത്തതുമായിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കണം. ഒരു പ്രൊഫഷണൽ ട്രേഡർ നഷ്ടത്തെ പരാജയമായിട്ടല്ല, മറിച്ച് ഒരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജോലി എല്ലാ ട്രേഡിലും വിജയിക്കുക എന്നതല്ല, നിങ്ങളുടെ പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ്. ഭയം വരുമ്പോൾ നിങ്ങൾ ഇമോഷന് വഴങ്ങരുത്, നിങ്ങളുടെ പ്ലാനിന്റെ കൃത്യമായിട്ടുള്ള ലോജിക്കിലേക്ക് മടങ്ങുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭയത്തിനെതിരെ യുദ്ധത്തിൽ വിജയിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. രണ്ടാമതായിട്ട്, ഭയത്തിന്റെ മറുവശത്ത് അതിനേക്കാൾ അപകടകാരിയായിട്ടുള്ള ഒരാളുണ്ട്. അതായത് ഗ്രീഡിനെസ്, അത്യാഗ്രഹം. ഇതാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അഥവാ ഫോമോ. ഒരു മാർക്കറ്റ് കുതിച്ചു വരുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് മിസ്സാവുന്നതിന് മുമ്പ് അതിൽ ചാടി വീഴാനുള്ള ഒരു വെപ്രാളം, ഇതൊക്കെയാണ് ഫോമോ. കുറച്ച് വിജയങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഓവർ കോൺഫിഡൻസ്, പെട്ടെന്ന് ഞാൻ അജയ്യനാണെന്ന് തോന്നുകയും പൊസിഷൻ സൈസ് ഇരട്ടിയാക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ ഒരു അത്യാഗ്രഹം, ഇതെല്ലാമാണ് ഈ ഒരു ഫോമോയുടെ ലക്ഷണങ്ങൾ. അത്യാഗ്രഹത്തിനെതിരായിട്ടുള്ള നിങ്ങളുടെ ഡിഫൻസ് എന്നത് കർശനമായിട്ടുള്ള അച്ചടക്കമാണ്. അതിൽ നിങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം ശരിയായ പൊസിഷൻ സൈസിംഗ് ആണ്. ഇവിടെയാണ് പ്രൊഫഷണൽ ട്രേഡിംഗിന്റെ ഒരു പ്രധാന നിയമം വരുന്നത്. ഏതൊരു ട്രേഡിലും നിങ്ങളുടെ അക്കൗണ്ടിന്റെ 1 to 2% കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കുക. ചിലർ, പ്രത്യേകിച്ച് തുടക്കക്കാർ, 1% അല്ലെങ്കിൽ അതിൽ കുറവ് മാത്രം റിസ്ക് എടുക്കാമെന്നാണ് പറയുന്നത്. നിങ്ങളെ രക്ഷിക്കാനുള്ള ആ ഒരു ഫോർമുല ഇതാണ്: നിങ്ങളുടെ പൊസിഷൻ സൈസ് ഈക്വൽ ടു നിങ്ങളുടെ റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഡിസ്റ്റൻസ്. നിങ്ങൾക്ക് 10,000 രൂപയുടെ അക്കൗണ്ടും 1% റിസ്ക് റൂളും ഉണ്ടെങ്കിൽ ഓരോ ട്രേഡിലും നിങ്ങൾക്ക് 100 രൂപ റിസ്ക് എടുക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് നിങ്ങളെക്കാൾ 50 പോയിന്റ് പുറകിലാണെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടുക, നിങ്ങളുടെ പൊസിഷൻ സൈസ് കൺട്രോൾ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ അത്യാഗ്രഹമല്ല ഈ ഒരു ട്രേഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഈ ഒരു നിയമം അത്യാഗ്രഹത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗവർണർ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഒബ്ജക്റ്റീവായിട്ട് നിലനിൽക്കാൻ നിർബന്ധിക്കുകയും ഒരു ഇമോഷണൽ തീരുമാനം അല്ലെങ്കിൽ ആഴ്ചകളുടെ കഠിനാധ്വാനത്തെ ഇല്ലാതാക്കുന്നത് തടയുകയും ചെയ്യുന്നു. ഒരു വലിയ വിജയത്തിനായിട്ടുള്ള ആഗ്രഹം കാരണം നിങ്ങളുടെ ലോങ് ടേം സർവൈവൽ അപകടത്തിലാകരുത്. നിങ്ങളുടെ റിസ്ക് മാനേജ്മെന്റ് കർശനമായിട്ട് ഈ ഒരു യുദ്ധത്തിൽ വിജയിക്കാൻ നിങ്ങളെ സഹായിക്കും. മൂന്നാമത്തേത് ഒരുപക്ഷെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഒരു ബാറ്റിലാണ്. അക്കൗണ്ടുകളെ ശരിക്കും തകർക്കുന്ന ഒന്നാണ് റിവെഞ്ച് ട്രേഡിംഗ്. ഇതൊരു നഷ്ടത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരുപക്ഷെ ഒരു വലിയ നഷ്ടം അല്ലെങ്കിൽ ഒരു ചെറിയ നഷ്ടങ്ങളുടെ ഒരു പരമ്പര നിങ്ങൾക്ക് ദേഷ്യവും നിരാശയും ഒക്കെ തോന്നും. മാർക്കറ്റ് നിങ്ങളെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു എന്നും നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും?
ചെയ്യും? നിങ്ങളുടെ പണം ഉടനടി തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ശരിക്കും ഇതൊരു ട്രേഡിംഗ് അല്ല, ഇതൊരു ഇമോഷണൽ ഹൈജാക്ക് ആണ്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജിയെ മറികടക്കുന്നു, സ്റ്റോപ്പ് ലോസ് വലുതാക്കുന്നു, മോശം സ്റ്റെപ്പുകൾ എടുക്കുന്നു. ഇതൊരു അവസാനമില്ലാത്ത വലയമാണ്. ഓരോ ഇമോഷണൽ ട്രേഡും പുതിയ നഷ്ടങ്ങളിലേക്ക് നയിക്കുന്നു. അത് കൂടുതൽ ദേഷ്യത്തിലും അപകടകരമായിട്ടുള്ള തീരുമാനങ്ങൾ കാരണമാകുന്നു. ഇങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെയൊക്കെ അക്കൗണ്ടുകൾ കാലിയാവുന്നത്. ഈ ഒരു പോരാട്ടത്തിൽ വിജയിക്കാനുള്ള ഒരേ ഒരു മാർഗം പാറ്റേൺ ഇന്ററപ്റ്റ് ആണ്. ആ പ്രതികാരത്തിന്റെ ചൂട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നിമിഷം തന്നെ ഉപയോഗിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു സർക്യൂട്ട് ബ്രേക്കർ നിങ്ങൾക്ക് വേണം. ഓരോ പ്രൊഫഷണൽ ട്രേഡേഴ്സിനും നിർബന്ധമായിട്ടുള്ള നിയമമാണ്, തുടർച്ചയായിട്ട് 3 നഷ്ടങ്ങൾക്ക് ശേഷം ഞാൻ സിസ്റ്റം ഓഫ് ചെയ്ത് അന്നത്തേക്ക് ട്രേഡിംഗ് നിർത്തും എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ. അല്ലെങ്കിൽ എന്റെ അക്കൗണ്ടിൽ ഇത്ര ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ അന്നത്തേക്കുള്ള ട്രേഡിംഗ് ഞാൻ നിർത്തും എന്നുള്ള ഒരു ഡിസിഷൻ. നിങ്ങൾ ചാർട്ടുകളിൽ നിന്ന് ഫിസിക്കലായിട്ട് ഒരു ബ്രേക്ക് എടുക്കണം. എഴുന്നേറ്റ് മാറി നിൽക്കുക, നടക്കാൻ പോവുക, മൈൻഡ് കൂളാക്കുക. മാർക്കറ്റ് നാളെയും അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഉണ്ടാകില്ല, നിങ്ങളുടെ ക്യാപിറ്റൽ ഉണ്ടാവില്ല. 4ാമത്തെ ആ ഒരു ബാറ്റിൽ അക്ഷമയ്ക്കെതിരായിട്ടുള്ള ഒരു നീണ്ട കഠിന യുദ്ധമാണ്. നമുക്ക് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ മാർക്കറ്റിൽ അപാരമായിട്ടുള്ള ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് മിക്ക പുതിയ ട്രേഡേഴ്സും ഭ്രാന്തമായിട്ടുള്ള ഒരു തിടുക്കത്തിലാണ്. അവർ പെട്ടെന്ന് പണക്കാരനാവണം, അതിനായിട്ട് പെട്ടെന്നുള്ള ട്രേഡിംഗ്, പെട്ടെന്നുള്ള സ്ട്രാറ്റജികൾ, ഇവയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സ്ട്രാറ്റജിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ചാടി സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എവിടെയുമില്ലാത്ത ഒരു ഹോളി ഗ്രെയിൻ തെരഞ്ഞു നടക്കുകയും ചെയ്യും. അപ്പൊ അവരൊരു സിസ്റ്റം കുറച്ച് ദിവസത്തേക്ക് ട്രൈ ചെയ്യും. അതിൽ സാധാരണയായിട്ട് സംഭവിക്കുന്ന 2-3 നഷ്ടങ്ങൾ വരുമ്പോൾ അത് അവർക്ക് വർക്ക് ആവുന്നില്ല എന്ന് കണ്ടവർ ഉടനെ തന്നെ വേറൊരു സ്ട്രാറ്റജിയിലേക്ക് മാറും. ഈ ഒരു സ്ട്രാറ്റജി ഹോപ്പിംഗ് കാരണം അവർ ഒന്നിലും മാസ്റ്റർ ആവില്ല എന്നുള്ളതാണ്. അവരെപ്പോഴും പഠനത്തിന്റെ ഒരു സൈക്കിളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കും. പക്ഷെ ഒരിക്കലും സമ്പാദിക്കാൻ കഴിയുകയുമില്ല. ഇതിനുള്ള സൊല്യൂഷൻ തെളിയിക്കപ്പെട്ട സ്ട്രാറ്റജി തിരഞ്ഞെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. ഒരേ ഒരു സിസ്റ്റം ഒരു ലോങ് ടൈമിലേക്ക് ട്രേഡ് ചെയ്യാൻ കമ്മിറ്റഡ് ആയിരിക്കാം. അതിന്റെ റിസൾട്ട് വിലയിരുത്തുന്നതിന് മുമ്പ് ഒരു മിനിമം 100 ട്രേഡുകളെങ്കിലും ആ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ നൽകേണ്ടതുണ്ട്. റോബോട്ടിക് സ്ഥിരതയോടെ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിൽ മാസ്റ്റർ ആവുക എന്നുള്ളതാണ് സൊല്യൂഷൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റിലാണ് മാറ്റം ആവശ്യമുള്ളത്. നിങ്ങൾ പ്രോഫിറ്റിലല്ല, പ്രോസസ്സിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നല്ല ട്രേഡ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കിയത് മാത്രമല്ല, നിങ്ങളുടെ റൂൾസ് പെർഫെക്റ്റ് ആയിട്ട് പാലിച്ചു എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും നിങ്ങളുടെ പ്ലാനിന് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രേഡ് നിങ്ങൾ എടുക്കുന്നു, അത് നഷ്ടത്തിൽ അവസാനിക്കുന്നു, അതൊരു വിജയകരമായിട്ടുള്ള ട്രേഡ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ നിങ്ങളുടെ റൂൾസ് ലംഘിക്കുന്ന ഓരോ ഇമോഷണൽ ട്രേഡും അത് ലാഭകരമാണെങ്കിൽ പോലും അത് നമ്മളുടെ പരാജയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അവസാനത്തെയും വളരെ ഏറ്റവും ബുദ്ധിമുട്ടുമായിട്ടുള്ള ആ ഒരു ബാറ്റിൽ നിങ്ങളുടെ സ്വന്തം ഈഗോയ്ക്കെതിരെയുള്ള ഒരു ബാറ്റിലാണ്. നിങ്ങളുടെ ഈഗോയാണ് ഞാൻ വിചാരിച്ചത് ശരിയാവണം എന്ന് നിർബന്ധം പിടിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഭാഗം. ഒരു ട്രേഡ് നിങ്ങൾക്ക് എതിരായിട്ട് പോകുമ്പോൾ നഷ്ടം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന നിങ്ങളുടെ തലച്ചോറിന്റെ ശബ്ദമാണ് അത് തിരികെ വരും. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കുറച്ചുകൂടി താഴേക്ക് മാറ്റാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ശരിയായിരിക്കണമെന്ന ഈ ഒരു ആവശ്യം ഒരു ചെറിയ മാനേജ് ചെയ്യാവുന്ന നഷ്ടത്തെ വലിയ നഷ്ടമാക്കി മാറ്റുന്നു. നിങ്ങളുടെ നഷ്ടത്തിലുള്ള ട്രേഡുകൾ കൂടുതൽ നേരം ഹോൾഡ് ചെയ്യുന്നു. കാരണം ട്രേഡ് ക്ലോസ് ചെയ്യുന്നത് ഒരു പരാജയം സമ്മതിക്കുന്നതിന് തുല്യമായിട്ട് നിങ്ങൾ കാണുകയും ചെയ്യും. മാർക്കറ്റിൽ ഈ ഈഗോ നിങ്ങളുടെ സുഹൃത്തല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഈ യുദ്ധത്തിൽ വിജയിക്കുന്നതിനുള്ള വിനയം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ കഴിയില്ല എന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു നഷ്ടം ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയുടെയോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന നിലയിലുള്ള നിങ്ങളുടെ മൂല്യത്തിന്റെയോ അളവുകോലല്ല. ഇത് വെറും ഡേറ്റയാണ്. യാതൊരു ഇമോഷണൽ ഷോക്കും ഇല്ലാതെ നഷ്ടം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമ്പോൾ നിങ്ങൾ ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിൽ വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇനി നിങ്ങളുടെ ഈഗോയെ അല്ല ട്രേഡ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ട്രാറ്റജിയാണ്. ട്രേഡിംഗിൽ നമ്മുടെ മനസ്സിനെ കീഴടക്കാനുള്ള 5 തന്ത്രങ്ങൾ അല്ലെങ്കിൽ 5 യുദ്ധങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കി. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഭയം, അത്യാഗ്രഹം, റിവെഞ്ച് ട്രേഡിംഗ്, അക്ഷമ, ഈഗോ. ഇവയാണ് ഓരോ ട്രേഡറും അതിജീവിക്കാൻ ജയിക്കേണ്ട 5 മാനസിക പോരാട്ടങ്ങൾ. മാർക്കറ്റിൽ വിജയിക്കുന്നത് മറ്റുള്ളവരെക്കാൾ സ്മാർട്ട് ആവുന്നത് കൊണ്ടല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസിനേക്കാൾ കൂടുതൽ ഡിസിപ്ലിൻഡ് ആവുന്നതിലാണ്. നിങ്ങളുടെ അച്ചടക്കമില്ലായ്മ, ഭയം, അത്യാഗ്രഹം എന്നിവയെല്ലാം ഒരു ദയവുമില്ലാതെ നിങ്ങളിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കും. സ്വയം കീഴടക്കുക. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിനെ കീഴടക്കാൻ തുടങ്ങും. ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ആദ്യത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. മറ്റൊരു വീഡിയോ കാണുകയല്ല വേണ്ടത്. നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങളുടെ അടുത്ത ട്രേഡിന് ശേഷം അത് ജയമായാലും തോൽവിയായാലും നിങ്ങൾക്ക് അനുഭവപ്പെട്ട ഒറ്റ ഇമോഷൻ എഴുതി വെക്കാം. ഒറ്റ കാരണം മാത്രം ഈ ഒരു പോരാട്ടങ്ങളെ കീഴടക്കാനുള്ള ആ യാത്ര ഒറ്റ തിരിച്ചറിവിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അവിടെ നിന്ന് തുടങ്ങാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.